ഇതൊരു നിയന്ത്രിക്കാവുന്ന തരത്തിലുള്ള ആൾക്കൂട്ടമല്ല. അവിടെ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും വിജയെ പോലെ വലിയൊരു താരം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇതൊരു പ്രത്യേകം ഫിക്സ് ചെയ്ത ഒരു സമ്മേളന സ്ഥലമല്ല. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് വ്യക്തമായി കാണാം. ഒരു വേദിയല്ല അവിടെ ഒരുക്കിയിരിക്കുന്നത്. കാരവന് മുകളിലാണ് വിജയ് നിൽക്കുന്നത്. ആ കാരവന് മുകളിൽ നിന്ന് വിജയ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആവശ്യത്തിനുള്ള പോലീസ് ഫോഴ്സ് ഒക്കെ അവിടെ സുരക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ മറികടന്നുള്ള ജനക്കൂട്ടം എത്തുന്നു. വിജയെ കാണാൻ, വിജയെ കേൾക്കാൻ നിരവധി ആളുകൾ എത്തുന്നു. പ്രത്യേകിച്ച് ഒരു വലിയ താരാരാധന ഉള്ള ഒരു സമൂഹം കൂടിയാണ്. അവർ വിജയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി മത്സരിക്കുന്നു, തിക്കുകൂട്ടുന്നു. അങ്ങനെയാണ് ഈ തിക്കും തിരക്കും ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കരൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഉണ്ട്. അവർ ഈ സ്ഥിതിഗതികൾ ഇപ്പോൾ വിശകലനം ചെയ്ത് വരികയാണ്. മതിയായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ നേരിട്ട് ജില്ലാ കളക്ടറെ വിളിച്ചു പറയുന്നു, ആരോഗ്യമന്ത്രിയെ സംഭവ സ്ഥലത്തേക്ക് അയക്കുന്നു. അങ്ങനെ വലിയ ജാഗ്രതയോടുകൂടിയുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പരിക്കേറ്റ ആളുകളെ തന്നെ ഉടൻ തന്നെ TVK തന്നെ ഏർപ്പെടുത്തിയ ആംബുലൻസുകളിലാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആംബുലൻസ് സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇനിയും വലുതായേനെ. ഏതായാലും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് തമിഴ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിരിക്കുന്നു. ജില്ലാ കളക്ടർ തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. അതോടൊപ്പം തന്നെ 5 പേർ കൂടി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. 20ഓളം ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 5 പേരുടെ നിലയാണ് ഗുരുതരമായി ഉള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അതീവ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം, അതോടൊപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്, ദുരന്തം തന്നെയാണ് ഇപ്പോൾ കരൂരിൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും വലിയ ദുരന്തമാണ്. മരണസംഖ്യ ഇനിയും കൂടിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 5 പേർ അതീവ ഗുരുതരാവസ്ഥയിലുണ്ട്. 20 പേർ കുഴഞ്ഞു വീണ് വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. മന്ത്രിമാരൊക്കെ തന്നെയും ഇപ്പോൾ കരൂരിലേക്ക് തിരിച്ചിരിക്കുന്നു. ആഭ്യന്തര വകുപ്പും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തിരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. ശിധരൻ, ഈ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട പല കോണുകളിൽ നിന്നും പലതരത്തിലുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന രീതിയിലേക്ക് മരണസംഖ്യ എത്തിച്ചേർന്നിട്ടുണ്ടോ, കൂടിയിട്ടുണ്ടോ 2-ൽ നിന്നും? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അക്ഷയ, 2 പേരുടെ മരണമാണ് ഇതിനോടകം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് കൂടുതലുള്ള സാധ്യതയുണ്ട് എന്നാണ് തമിഴ് മാധ്യമങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഇതുവരെ അക്കാര്യത്തിലൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ കൂടുതൽ മരണം ഉണ്ടാകും. ഒരുപക്ഷെ മരണസംഖ്യ കൂടാൻ ഉള്ള സാധ്യത, മരണസംഖ്യ 10 എന്നുള്ള റിപ്പോർട്ടുകൾ ചില തമിഴ് മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. 3 കുട്ടികൾ ഉൾപ്പെടെ ഇതിൽ മരിച്ചു എന്നും തമിഴ് മാധ്യമങ്ങളിൽ നിന്ന് വിവരം വരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു. നിലവിലേതായാലും കൂടുതൽ മരണസംഖ്യ ഉയരുന്നു എന്നുള്ള ഒരു വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. ഇങ്ങനെ 10 പേരിലേക്ക് 10 ആയി മരണസംഖ്യ ഉയർന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നത്. ഏതായാലും വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമീപകാലത്ത് ഈ പ്രദേശത്തുണ്ടായ തമിഴ്നാട്ടിലുണ്ടായ ഇതിനു മുൻപ് 5 പേരുടെ മരണത്തിനിടയാക്കിയിരുന്ന എയറോ ഷോയ്ക്കിടെ ഉണ്ടായ തിക്കും തിരക്കും, അതിനുശേഷം ഉണ്ടാകുന്ന വലിയ ദുരന്തം എന്ന രീതിയിൽ തന്നെ ഇതിനെ കാണേണ്ടി വരും. നിലവിലേതായാലും 3 കുട്ടികൾ ഉൾപ്പെടെ മരിച്ചു. 10 പേർ 10ലേക്ക് മരണസംഖ്യ ഉയർന്നു എന്നുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള വിവരങ്ങളാണ് ശ്രീധരൻ പങ്കുവെക്കുന്നത്. 2 മരണം എന്നുള്ളതാണ് നമുക്ക് നേരത്തെ ലഭ്യമായിട്ടുള്ള വിവരം. സ്ഥിരീകരിച്ച വിവരമെങ്കിൽ ഇപ്പോൾ അനൌദ്യോഗികമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ അത് 10 ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ 3 കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന വിവരം. അതായത് വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ വ്യാപ്തി ഇനിയും ഉയർന്നേക്കാം. അതായത് പുറത്തു വരുന്ന സ്ഥിരീകരിക്കപ്പെടുന്ന വാർത്തകൾ പുറത്തേക്ക് എത്തുമ്പോഴേക്കും ഈ അപകടത്തിന്റെ, ദുരന്തത്തിന്റെ വ്യാപ്തി ഇനിയും കൂടിയേക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.